വെൽക്കം ബാക്ക് ടു സനസ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പച്ചത്തൂര കൊണ്ടുള്ള പരിപ്പുവടയാണ്. ഇങ്ങനെ ഞാൻ പരിപ്പുവട ഉണ്ടാക്കുന്നതൊന്നും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ പച്ചത്തൂര വെച്ച് ഇവിടെ കബാബൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഐഡിയ വന്നു, എന്തുകൊണ്ട് പരിപ്പുവട ഉണ്ടാക്കിക്കൂടാ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? എന്നാൽ വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. പരിപ്പുവട ഉണ്ടാക്കാനായിട്ട് ഏകദേശം 400 ഗ്രാം പച്ചത്തൂര ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനു മുമ്പേ കുറച്ച് പച്ചത്തൂര ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി വന്നത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരു തിള വന്നതിന് ശേഷം ഓഫ് ചെയ്ത് അരിച്ചെടുക്കണം. തൂര ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വെള്ളം മാറ്റിയെടുത്താൽ മതി. തൂരയിൽ നിന്നും വെള്ളം അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. അധികം വേവൊന്നും ആവശ്യമില്ല. ഇനി ഇത് തണുത്തതിന് ശേഷം ഒരു മിക്സർ ജാറിലേക്ക് മാറ്റിയിട്ട് നമ്മൾ പരിപ്പ് വടയ്ക്ക് എങ്ങനെയാണോ അരച്ചെടുക്കുന്നത് അതുപോലെ അരച്ചെടുക്കണം. നന്നായിട്ടൊന്നും അരയരുത്. ഞാനിവിടെ 3 പ്രാവശ്യം മിക്സർ ജാറിൽ കുറേശ്ശെ തട്ടിക്കൊടുത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. ആദ്യത്തേത് ചതച്ചെടുത്തു. അതിനെ ഒരു വലിയ ബൗളിലേക്ക് മാറ്റാം. ഇനി ബാക്കിയും ഇതുപോലെ തന്നെ അരച്ചെടുക്കണം. അരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ അരയ്ക്കുക എന്നല്ല, വെള്ളവും ചേർക്കാൻ പാടില്ല. അപ്പോൾ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം തരാൻ മടിക്കരുതേ, അതായത് ഒരു ലൈക്ക്. അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. കൂടാതെ ഈ പാചകത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമോ അഭിപ്രായമോ ഉണ്ടെങ്കിൽ അതൊന്ന് രേഖപ്പെടുത്താനും മറക്കരുതേ. അങ്ങനെ എല്ലാ തൂരയും അരച്ചെടുത്ത് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചേരുവകൾ ചേർക്കാനുണ്ട്. അതിലേക്കായിട്ടൊരു മിക്സർ ജാർ എടുത്ത് 3 വറ്റൽമുളക് ഇട്ട് കൊടുത്തു. ഇനി 4-5 വെളുത്തുള്ളി കഴുകി വൃത്തിയാക്കിയത് തൊലിയോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കണം. അടുത്ത് ചേർക്കേണ്ടത് 1/2 സ്പൂൺ പെരിഞ്ജീരകമാണ്. ഇത് പരിപ്പുവടയ്ക്ക് നല്ല മണവും രുചിയും നൽകും. ഇനി ഇതിനെ ഒന്ന് ചതച്ചെടുക്കാം. 2-3 ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 3 പച്ചമുളകിൻ്റെ കഷ്ണങ്ങൾ, ഒരു ചെറിയൊരു ഇഞ്ചിയുടെ ചെറുതായിട്ട് അരിഞ്ഞ കഷ്ണങ്ങൾ, അതുപോലെ 15ഓളം ചെറിയ ഉള്ളിയുടെ കഷ്ണങ്ങളും ചേർത്ത് ഇതുപോലെ തന്നെ ഒന്ന് ചതച്ചെടുക്കണം. അരഞ്ഞു പോകാൻ പാടില്ല. ഇനി ഈ ചതച്ചെടുത്തത് തൂരക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ചെറുതായിട്ട് നുറുക്കിയ കറിവേപ്പിലയും, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കായപ്പൊടി, ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇനി ചേർക്കേണ്ടത് പച്ചത്തൂര കുറച്ച് നേരത്തെ മാറ്റി വെച്ചത് ക്രഷ് ചെയ്തെടുക്കണം. നന്നായിട്ട് അരയ്ക്കരുത്. അത് ചേർക്കുന്ന വീഡിയോ മിസ്സായിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 4 ചെറിയ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കരുത്. തൂര പച്ച ആയതുകൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ പരിപ്പുവടയുടെ ഷേപ്പിൽ പെട്ടെന്ന് പിടിക്കാൻ കിട്ടും. ഇത് നേരത്തെ ഇതിൽ ചതച്ച് ചേർത്ത പച്ചത്തൂരയാണ്. നമ്മൾ പരിപ്പുവട ഉണ്ടാക്കുമ്പോൾ അതിൽ മുഴുവൻ പരിപ്പിടില്ലേ കുറച്ച്, അതുപോലെ തന്നെയാണ്. വടയുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി വട ഷേപ്പിൽ തയ്യാറാക്കണം. അതിലേക്കായിട്ട് ആദ്യം കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം. മാവിന് കുറച്ച് ഒട്ടലുണ്ട്, അതുകൊണ്ടാണ്. ഇനി കുറച്ച് മാവെടുത്ത് ഇതുപോലെ ഉരുട്ടിയെടുത്ത് ഉള്ളം കയ്യിൽ വെച്ചെന്ന് നടുക്ക് വെച്ചിട്ട് വേണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ പരിപ്പുവട എങ്ങനെ ഉണ്ടാക്കുന്നോ അതുപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കണം. അങ്ങനെ ആദ്യത്തെ വട ഷേപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ടാമതും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കാണിക്കാം. അങ്ങനെ രണ്ടാമത്തെ വടയും പരിപ്പുവട ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്ന മാവും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കണം. അങ്ങനെ എല്ലാ വടയും ഇവിടെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പ്ലേറ്റിൽ. ഇനി ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വെക്കുമ്പോൾ അവസാനം വരുന്നതിൽ വെള്ളം ഊറി പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഷേപ്പ് ചെയ്യുന്ന ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും. തിളച്ച എണ്ണയിൽ ഓരോ വടയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ കൂടുതൽ നന്നായിരിക്കും. വട ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് മതി അതൊന്ന് മറിച്ചിടേണ്ടത്. ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഞാനിങ്ങനെ ഇളക്കിയപ്പോൾ ഒരെണ്ണം പൊട്ടിയിരുന്നു.
വട എണ്ണയിൽ കിടന്ന് നല്ല മൂത്ത് പാകമായിട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ പച്ച കളറൊക്കെ പോയി നല്ല ഡാർക്ക് ഗോൾഡൻ കളറിലേക്ക് മാറും. അപ്പോൾ അതാണ് അതിൻ്റെ ശരിയായ പാകം. അങ്ങനെ എത്തുമ്പോഴത്തേക്കും ഓരോ വടയും എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കണം. ഇവിടെ വട ആദ്യം ഇട്ട് കൊടുത്തത് പാകമായി വന്നിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് ഓരോന്നായിട്ട് കോരി മാറ്റാം. ഇനി ബാക്കി വന്ന വടയെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ വടയും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പച്ചത്തൂര കിട്ടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് തന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും സന്ദർശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ.